നമസ്തേ. ഞാൻ ശ്രീരേഖ. രേഖ മേനോൻ ഹെൽത്ത് കെയർ ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നലെ ഞാനൊരു ഗുളികയുടെ പേര് പറഞ്ഞിരുന്നു, ബി കോംപ്ലക്സിൻ്റെ. അപ്പോൾ അത് പേര് ചോദിച്ചിരുന്നു. അപ്പോൾ ഞാനത് ഡിസ്ക്രിപ്ഷനിൽ എഴുതാം കേട്ടോ. ഇതാണ് കേട്ടോ ആ ഗുളിക കേട്ടോ. ബിക്കോസിൽസ് എന്ന് പറയും. ഇത് മിക്കവർക്കും അറിയാവുന്നതാണ്, ബി കോംപ്ലക്സ് സ്പോട്ടിൻ്റെ. അപ്പോൾ സംശയം ആർക്കെങ്കിലും എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ ഏതെങ്കിലും ഒരു ഡോക്ടറോട് ചോദിച്ചിട്ട് തുടങ്ങിക്കോളൂ കേട്ടോ. ആർക്കും കഴിക്കാം. ഇനിയിപ്പോൾ എന്തെങ്കിലും ഒരു സംശയമുണ്ട്, വേറെ ഏതെങ്കിലും തരത്തിൽ എന്തെങ്കിലും അസുഖം ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് വേണമെങ്കിൽ ഒരു ഡോക്ടറെ കൺസൾട്ട് ചെയ്തിട്ട് നിങ്ങൾക്ക് കഴിക്കാവുന്നതാണ് കേട്ടോ. ഇപ്പോൾ എൻ്റെ അനുഭവത്തിൽ ഇപ്പോൾ ഞാൻ പറയുന്നതാണ് ഇത് കേട്ടോ. കഴിക്കുന്നതുകൊണ്ട് കുഴപ്പമൊന്നുമില്ല. ഇനിയിപ്പോൾ നിങ്ങൾക്ക് അങ്ങനെ സംശയം ഉണ്ടെങ്കിൽ ഒരു ഡോക്ടറുടെ നിർദ്ദേശപ്രകാരം കഴിക്കാവുന്നതാണ് കേട്ടോ. അപ്പോൾ ഇത് എന്തെങ്കിലും നമുക്ക് വിറ്റാമിൻ്റെ കുറവൊക്കെ ഉണ്ടെങ്കിൽ നമുക്കത് മാറിക്കിട്ടും കേട്ടോ. അപ്പം അതിൽ നിന്ന് നമുക്ക് നല്ല റിസൾട്ട് കിട്ടിയിട്ടുണ്ട്. അതുകൊണ്ടിട്ടാണ് പറഞ്ഞത് കേട്ടോ. അപ്പോൾ മുടി കൊഴിഞ്ഞു പോയിട്ട് തൈറോയിഡും ഷുഗറൊക്കെ കാരണം ഒരുപാട് പേരുടെ മുടി കൊഴിഞ്ഞു പോയിട്ടുണ്ട്. അപ്പം അങ്ങനെയുള്ളവർക്ക് ഇതൊരു ഗുണമായിരിക്കും കേട്ടോ. അപ്പോൾ ഞാൻ അതിൻ്റെ പേര് എഴുതാം കേട്ടോ, ഡിസ്ക്രിപ്ഷനിൽ എഴുതിക്കോളാം. അപ്പോൾ നമ്മൾ ഈ പറഞ്ഞ പോലെ മഴക്കാലത്തൊക്കെ നല്ല രീതിയിലുള്ള മുടി കൊഴിച്ചിലുണ്ടാവും എല്ലാവർക്കും. അപ്പോൾ അതിന് പ്രത്യേകം കെയറിങ്ങും കാര്യങ്ങളൊക്കെ കൊടുക്കേണ്ടതൊക്കെ പറഞ്ഞിട്ടുണ്ട് കേട്ടോ. അതുപോലെ ഈ നീലാമരി വീട്ടിൽ ഉണ്ടാവുന്ന നീലാമരി കറക്കുന്നില്ല എന്ന് പറഞ്ഞു. അപ്പോൾ ഇതിനെ കുറിച്ചിട്ട് ഞാൻ നേരത്തെ പറഞ്ഞിട്ടുണ്ട്. കാരണം ഈ നമുക്ക് നീലാമരിയുടെ പൊടി കിട്ടുന്നത് ഒരുപാട് പ്രോസസ്സിങ് കഴിഞ്ഞിട്ടാണ്. അപ്പോൾ അതിൻ്റെ വേണ്ടാത്ത കുറേ സാധനങ്ങളൊക്കെ നമുക്ക് മാറ്റേണ്ടി വരും. അപ്പം നമ്മൾ സാധാരണ അരച്ചെടുക്കുമ്പോൾ നമുക്ക് ആ കളർ കിട്ടില്ല. നമുക്ക് ആ പ്രോസസ്സിങ് ഒന്നും വീട്ടിൽ ചെയ്തെടുക്കാൻ പറ്റില്ല. അപ്പം അതുകൊണ്ട് നമുക്ക് അതിൻ്റെ റിസൾട്ട് കുറവായിരിക്കും കിട്ടുന്നത് കേട്ടോ. അപ്പം ഞാൻ ഇതിന് മുമ്പുള്ള വീഡിയോയിൽ ഇട്ടിട്ടുണ്ട്, അത് നോക്കിക്കോളൂ കേട്ടോ. എന്തുകൊണ്ടാണ് നമ്മുടെ നീലാമ്പരിക്ക് കളർ കിട്ടാത്തതെന്ന് പറഞ്ഞിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അതുപോലെയൊക്കെ തന്നെ ചെയ്യാം. പിന്നെ അതുപോലെ ബ്രഹ്മി ഈർപ്പുള്ളിടത്ത് നടാം, അല്ലെങ്കിൽ നമുക്ക് വല്ല വെള്ളത്തിലൊക്കെ നടാം. ഞാൻ അതിൻ്റെ വീഡിയോ ഒരെണ്ണം കാണിച്ചു തരാം കേട്ടോ. ഞാനൊരു ചെറിയൊരു പോട്ടിൽ, ആമ്പലുള്ള പോട്ടിലാണ് ഈ ബ്രഹ്മി നട്ടത് കേട്ടോ. അപ്പോൾ അത് ഇങ്ങനെ പിടിച്ച് വെള്ളം ഇല്ലാത്തടത്തും പോകുന്നുണ്ട്, പടർന്ന് ഇങ്ങനെ പൊയ്ക്കോളും. അപ്പം നമുക്ക് അതിൽ നിന്ന് മുറിച്ച് എടുക്കാവുന്നതാണ്. ബ്രഹ്മിയുടെ താളി തേക്കുന്ന സമയത്തൊക്കെ നമുക്കത് എടുക്കാവുന്നതാണ് കേട്ടോ. അങ്ങനെ അതിൽ നിന്ന് എടുക്കാം. അപ്പം അതിൻ്റെ ഒരു ഷോട്ട് ഞാൻ ഇട്ടേക്കാം കേട്ടോ. വെള്ളത്തിലും അല്ലാതെ ഈർപ്പുള്ളിടത്തും പിന്നെ ഇത് അല്ലാതെ പടർന്ന് പോകുന്നുണ്ട്. അപ്പം അതിനെ കുറിച്ചിട്ടുള്ളത് ഞാൻ ഇട്ടേക്കാം കേട്ടോ. അപ്പോൾ അത് ചിലർക്ക് കാണാൻ താല്പര്യം ഉണ്ടാവും. അപ്പം അത് എന്നെ അതിൻ്റെ ചെടി ഞാൻ ഇട്ടേക്കാം കേട്ടോ, ഷോർട്ടായിട്ട്. അപ്പോൾ നെല്ലിപ്പറങ്ങാതി എണ്ണ തേച്ചിട്ട് ഞാൻ വേറെ ഒന്നും എണ്ണ കളഞ്ഞില്ല കേട്ടോ. കാരണം പുറത്തേക്ക് പോകുന്നില്ലായിരുന്നു. അതുകൊണ്ട് പുറത്തേക്ക് പോകുന്ന ദിവസമാണെങ്കിൽ നമ്മൾ ഇത്ര എണ്ണയൊന്നും തേച്ച് പോകില്ല. ഞാൻ പറഞ്ഞല്ലോ കാരണം എന്താന്ന്. അപ്പോൾ നാളെ എന്തായാലും തേക്കാം. അപ്പോൾ നോനിയുടെ പഴമുണ്ട് ഇഷ്ടംപോലെ ഇവിടെ ഉണ്ട്. ഇപ്പം ഈ അടുത്തൊക്കെ ആണെങ്കിൽ ആരെങ്കിലും ആവശ്യപ്പെട്ടാൽ ഞാൻ തരാം കേട്ടോ. ഇഷ്ടം പോലെ ഉണ്ട് നോനിപ്പഴം, പഴുത്തിരിക്കുന്നുണ്ട്. അപ്പോൾ നമുക്ക് തലമുടിക്കൊക്കെ നല്ലതാണ്. പിന്നെ ക്യാൻസർ പേഷ്യൻറ്റിന് നല്ലതാണ്. പക്ഷെ അത് നമ്മൾ സാധാരണ എടുക്കുന്ന പോലെയൊന്നും ഉപയോഗിക്കാൻ പറ്റില്ല. അപ്പം അത് സ്ഫുടം ചെയ്ത് ഭരണിക്കകത്ത് ഇട്ടിട്ട് സ്ഫുടം ചെയ്തിട്ട് വേണം ചെയ്യാനൊക്കെ. അതിൻ്റെ നീര് മാത്രമായിട്ട് നമുക്ക് കിട്ടും. അപ്പോൾ അത് അല്ലാതെ നമുക്ക് ഡയറക്റ്റ് കഴിക്കാനൊന്നും പറ്റില്ല, ബുദ്ധിമുട്ടാണ് കേട്ടോ. അപ്പോൾ ഇതിനൊരു സ്മെല്ലാണ് കേട്ടോ. ഇത് നന്നായി പഴുത്ത് കഴിയുമ്പോഴത്തേക്കും ഒരു സ്മെല്ല് വരും. ആ സ്മെല്ല് എല്ലാവർക്കും ഇഷ്ടപ്പെടണമെന്നില്ല. അപ്പോൾ അതിപ്പോൾ ഞാൻ അതിൻ്റെ വീഡിയോ ഇട്ടിട്ടുണ്ട് കേട്ടോ. ഈ നോനിപ്പഴം തലയിൽ തേക്കുന്നത് എങ്ങനെയാണെന്ന്. അപ്പോൾ അതെങ്ങനെ നമ്മൾ അരച്ച് കഴിഞ്ഞിട്ട് കോട്ടൺ തുണിയിൽ പിഴിഞ്ഞെടുക്കുക. അതിൻ്റെ തരി പോലെയുള്ള കുരുക്കളൊക്കെ ഉണ്ടാകും. അപ്പോൾ അതില്ലാതിരിക്കാൻ വേണ്ടിയിട്ട് അതിൻ്റെ ജെല്ലായിട്ട് നമുക്ക് എടുക്കാം അരച്ചിട്ട്. എന്നിട്ട് അത് തലോട്ടിലും തലമുടിയിലൊക്കെ തേച്ച് വരുമ്പോൾ മുടി വളരാനും നല്ലതാണ്. പിന്നെ മുടി നല്ല സിൽക്കി ആയിരിക്കും കേട്ടോ. അപ്പം നമ്മൾ കഴിക്കേണ്ട നമ്മളുടെ ഈ ജ്യൂസും കാര്യങ്ങളും ഫ്രൂട്ട്സും ഒക്കെ കഴിക്കുമ്പോൾ, പച്ചക്കറികളൊക്കെ കഴിക്കുമ്പോഴും നമുക്ക് ഈ മുടിക്ക് ആവശ്യമായ ഇപ്പോൾ ഞാൻ പറഞ്ഞല്ലോ വിറ്റാമിൻ ക്യാപ്സൂളിൻ്റെ കാര്യം പറഞ്ഞു. അത് കഴിക്കുന്നതോടുകൂടി തന്നെ നമ്മൾ ഈ പാക്കും കാര്യങ്ങളൊക്കെ ചെയ്യാം കേട്ടോ. അത് ചെയ്യുമ്പോൾ നമുക്ക് ഇതുപോലെയുള്ള നല്ല റിസൾട്ടൊക്കെ കിട്ടും. അപ്പോൾ കഴിക്കുന്നതിന് മുമ്പ് നിങ്ങളൊരു ഡോക്ടറുടെ ഉപദേശം കൂടി തേടിക്കോളൂ കേട്ടോ.
അത് പ്രത്യേകം പറയാം. കാരണം നമ്മൾ അകത്തേക്ക് കഴിക്കുന്നതാകുമ്പോൾ എപ്പോഴും ഒരു ഡോക്ടറുടെ നിർദ്ദേശം പ്രകാരം കഴിക്കുന്നത് നല്ലതാണല്ലോ. അപ്പൊ അതുകൊണ്ട് പറഞ്ഞതേ ഉള്ളൂ. വേറെ അസുഖമൊന്നും ഇല്ലാത്തവർക്ക് കുഴപ്പമില്ല, ആർക്കും കഴിക്കാവുന്നതാണ്. എന്നാലും ഞാൻ പറഞ്ഞേ ഉള്ളൂ കേട്ടോ. അപ്പം ഇപ്പൊ ഞങ്ങള് ഉപയോഗിക്കാറുണ്ട് ഇത് വിറ്റാമിൻ്റെ കേട്ടോ. അപ്പൊ കുട്ടികൾക്കാണെങ്കിലും നല്ലതാണ്, കൊടുക്കാറുണ്ട്. നോക്കി ചെയ്യാം കേട്ടോ. പിന്നെ അതുപോലെ തന്നെ നമുക്ക് ആവശ്യമുള്ള ഇലക്കറികൾ, പച്ചക്കറികൾ അല്ലെ, ഇലക്കറികൾ കൂടുതലായിട്ടും കഴിക്കാം. ഷുഗർ പേഷ്യൻസിനൊക്കെ പറഞ്ഞിട്ടുണ്ട് ഇലക്കറികൾ ഒരുപാട് കഴിക്കുക. അതുപോലെ പച്ചക്കറികൾ പിന്നെ സാലഡായിട്ട് കഴിക്കാം. ഇതെല്ലാം കഴിക്കാം. പക്ഷെ അങ്ങനെയുള്ളവരെ വളരെ ശ്രദ്ധിക്കാം. കാരണം ഒരുപാട് ഡയറ്റ് നോക്കുമ്പോൾ നമുക്ക് ആവശ്യമായ പ്രോട്ടീൻ പോവാതെ തരത്തിൽ നോക്കണം കേട്ടോ. അപ്പൊ ഇത്തരം കാര്യങ്ങളൊക്കെയാണ് ശ്രദ്ധിക്കേണ്ടത്. അപ്പൊ നിങ്ങൾ ഇങ്ങനെ ചെയ്യുമ്പോൾ നിങ്ങൾക്ക് യാതൊരു അതായത് ചിലവർക്ക് ചില മെഡിസിൻ കഴിക്കുമ്പോൾ അലർജി ആയിട്ടൊക്കെ വരുമല്ലോ. അതുപോലെ ചൂട് കൂടും ഈ അലോപ്പതി മെഡിസിനൊക്കെ. നമുക്കപ്പോൾ ഈ ചൂട് കൂടുന്നതനുസരിച്ചിട്ട് നമുക്ക് മുടി ചിലപ്പോൾ കൂടുതലായിട്ട് പോകും, ബ്ലഡ് ചൂടാകും, അപ്പം മുടി കൊഴിച്ചിലുണ്ടാവും. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് ധാരാളം വെള്ളം കുടിക്കാൻ പറയുന്നത് കേട്ടോ. വെള്ളം പിന്നെ ചിലവർക്ക് ഈ അലോപ്പതി ഗുളിക കഴിക്കുമ്പോൾ വായിലൊക്കെ തൊലി പോകും. അങ്ങനെയുള്ളവർക്കും ഈ ക്യാപ്സൂളും നല്ലതാണ് കേട്ടോ. അപ്പം ഇതൊക്കെയാണ് പറയാനുള്ള കാര്യങ്ങളൊക്കെ. വളരെയധികം ശ്രദ്ധിച്ചിട്ട് പൊക്കോളൂ. ഏത് ആൾക്കാർക്കാണെങ്കിൽ ഷുഗർ ആണെങ്കിലും തൈറോയിഡ് ആണെങ്കിലും എല്ലാവർക്കും ധാരാളം മുടി ഉണ്ടാവും. ഈ പറഞ്ഞ പോലെ നമ്മൾ ശ്രദ്ധിച്ചാൽ മതി കേട്ടോ. വേണ്ട കാര്യങ്ങളൊക്കെ ഇതുപോലെ നമ്മൾ പ്രോട്ടീൻ കുറയാതെയൊക്കെ നോക്കാം. പിന്നെ ഉറക്കം വളരെ പ്രധാനമാണ് കേട്ടോ. ഒരു നമ്മൾ ചുരുങ്ങിയത് ഒരു 7 മണിക്കൂറെങ്കിലും നമുക്ക് ഉറക്കം കിട്ടണം എന്നാണ് പറയുന്നത്. അപ്പൊ അതനുസരിച്ചിട്ട് ഉറങ്ങാൻ ശ്രമിക്കാം കേട്ടോ. ഉറക്കമില്ലായ്മയും പിന്നെ ഒരുപാട് ടെൻഷനൊക്കെ എടുക്കുമ്പോഴും നമുക്ക് മുടി കൊഴിച്ചിൽ ഉണ്ടാവും. അപ്പൊ ഞാൻ എപ്പോഴും പറയാറുള്ള പോലെ തന്നെ ഈശ്വരനോട് പ്രാർത്ഥിക്കുക, ഭഗവാനിലെല്ലാം സമർപ്പിക്കാം കേട്ടോ. അപ്പൊ ഇതൊന്നും നിസ്സാര കാര്യമാണ്, ഇതൊന്നും ഓർത്ത് ഒന്നും വിഷമിക്കണ്ട കേട്ടോ. ഇതൊക്കെ നമുക്ക് മാറ്റാവുന്ന കാര്യങ്ങളല്ലേ ഉള്ളൂ അല്ലേ. ഇതിനെ കുറിച്ചിട്ട് ഒന്നും ഓർത്ത് വിഷമിക്കേണ്ട. ഇതൊക്കെ മറ്റേ വലിയ വലിയ അസുഖം വരെയും വന്നിട്ട് ഇപ്പൊ എല്ലാത്തിനും ട്രീറ്റ്മെന്റ് ഉണ്ട് അല്ലേ. അപ്പൊ ഇതൊക്കെ നമുക്ക് ഒരു ചെറിയൊരു സംഭവമാണ്. അപ്പൊ ഇതിനൊന്നും ഒരു ടെൻഷനൊന്നും വേണ്ട കേട്ടോ. നിങ്ങളൊന്ന് ശ്രദ്ധിച്ചോ, ഇത് നിങ്ങൾക്ക് മുടി വളരും കേട്ടോ. ഇത് ഉറപ്പുള്ള കാര്യമാണ്, 100% ഉറപ്പാണ്. ഇതുപോലെ ചെയ്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് മുടി ഉണ്ടാവും. പരസ്യത്തിൽ കാണുന്ന പോലെ തന്നെയുള്ള എണ്ണകളോ ഒന്നും തേക്കാതെ തന്നെ നിങ്ങൾക്ക് ഇത് ചെയ്യാവുന്നതാണ് കേട്ടോ. അപ്പം ഞാൻ ആ ഗുളികയുടെ പേര് എഴുതാട്ടോ ഡിസ്ക്രിപ്ഷനിൽ. പിന്നെ നനഞ്ഞ മുടി ഒരിക്കലും കെട്ടിവെക്കരുത് കേട്ടോ. അതുപോലെ നനഞ്ഞ മുടി നമ്മൾ ഈരരുത് കേട്ടോ, കോംപ് ചെയ്യരുത് നനഞ്ഞ മുടിയൊക്കെ. അപ്പോൾ അത് കായ വരാനും മുടി പൊട്ടിപ്പോകാനും ഒക്കെ ചാൻസ് ഉണ്ട് കേട്ടോ. സ്പ്ലിറ്റ് ഒക്കെ ആവാനുള്ള ചാൻസ് ഉണ്ട്. അപ്പോൾ അതെല്ലാം ശ്രദ്ധിക്കാം. പിന്നെ നിങ്ങൾക്ക് ആവശ്യം പോലെ എണ്ണകളൊക്കെ മാറി തേക്കുമ്പോൾ ഞാൻ പറഞ്ഞ പോലെ ആദ്യം നെറുകയിൽ തേക്കരുത് ഒരു എണ്ണയും. പുതിയതായിട്ട് തേക്കുന്ന എണ്ണയൊക്കെ ഞാൻ പറഞ്ഞിട്ടുണ്ട്, അതേപോലെയൊക്കെ ചെയ്യുക. സൈഡിൽ കാര്യങ്ങളൊക്കെ ആദ്യം തേക്കാം, പിന്നീടാണ് നമ്മൾ ചെയ്യാൻ പാടുള്ളൂ കേട്ടോ. പിന്നെ എന്തെങ്കിലുമൊക്കെ ഡൗട്ട് ഉണ്ടെങ്കിൽ നമുക്ക് ചോദിക്കാം കേട്ടോ, പറഞ്ഞുതരാം. പിന്നെ അതുപോലെ ചെമ്പരത്തിയുടെ പൂവ് കേട്ടോ, അതും തിളപ്പിച്ച് കഴിക്കാവുന്നതാണ്. മെനപ്പോസ് ആയവർക്കും അല്ലാത്തവർക്കും ഒക്കെ കഴിക്കാൻ പറ്റുന്നതാണ് കേട്ടോ. ഇത് ആണുങ്ങൾക്കും കഴിക്കാം കേട്ടോ, കുഴപ്പമില്ല. ചൂട് കുറയാൻ വേണ്ടിയിട്ടാണ് ശരീരത്തിൽ കേട്ടോ. ഇത് ഞാൻ ഇതിൻ്റെ വീഡിയോ ഇട്ടിട്ടുണ്ട്, അപ്പോൾ അതൊന്ന് നോക്കിയാൽ മതി കേട്ടോ. പിന്നെ ഈ മെനപ്പോസ് സമയമാകുമ്പോൾ ചിലർക്ക് ഭയങ്കര ചൂടായിരിക്കും അല്ലേ. അങ്ങനെയുള്ളവര് ശ്രദ്ധിക്കുക, കൂടുതൽ വെള്ളം കുടിക്കുക കേട്ടോ. അപ്പൊ ഈ ചൂട് കൂടുമ്പോൾ ചിലവർക്ക് ദേഷ്യം വരാം, അങ്ങനെയൊക്കെ ഉണ്ടാകും ഈ മെനപ്പോസ് സമയത്തൊക്കെ. അപ്പൊ അതിന് നമ്മൾ ചെയ്യേണ്ടത് ധാരാളം വെള്ളം കുടിക്കുകയാണ് വേണ്ടത് കേട്ടോ. ബ്ലഡ് ചൂടാവാതെ നോക്കുക. ആ സമയത്ത് നമുക്ക് ഇതുപോലെ മുടി കൊഴിച്ചിൽ വരാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ ഈ പറഞ്ഞ കാര്യങ്ങൾ ഇതെല്ലാത്തിനും ബേസ് ചെയ്തിട്ടുള്ള കാര്യങ്ങളാണ് ഇപ്പോൾ ഞാൻ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് കേട്ടോ. അപ്പോൾ എന്ത് സംഭവം ഉണ്ടെങ്കിലും എന്ത് പ്രശ്നം ഉണ്ടെങ്കിലും നമുക്ക് അതിനെല്ലാം പരിഹരിക്കാൻ പറ്റും. ഈ പറഞ്ഞ സംഭവങ്ങൾ നിങ്ങൾ ശ്രദ്ധിച്ചാൽ മതി കേട്ടോ. ചിലർ പറയില്ലേ, എനിക്ക് ഭയങ്കര ചൂടാണ് മെനപ്പോസായിട്ട്, അതുപോലെ ദേഷ്യം വരാ. ആ ഒരു 50 കഴിയുമ്പോഴത്തേക്കും ലേഡീസിന്റെ ക്യാരക്ടർ എന്തായാലും മാറ്റം വന്നുകൊണ്ടിരിക്കും അല്ലേ. അതൊന്ന് ശ്രദ്ധിച്ചോളൂ കേട്ടോ. ഒരു ബിലോ 50 ഉള്ള ക്യാരക്ടർ ആയിരിക്കില്ല എബോവ് 50 വരുമ്പോൾ നമുക്ക് പെട്ടെന്ന് ദേഷ്യം വരാം അല്ലേ, ചൂടാവാം,
പിന്നെ നമ്മൾ ഇഷ്ടപ്പെടാത്ത കാര്യം ചെയ്യുമ്പോൾ അതിനെ നമ്മൾ വിമർശിക്കാം, അല്ലേ? പിന്നെ ആരെങ്കിലും എന്തെങ്കിലും ഒന്ന് പറയുമ്പോഴത്തേക്കും നമുക്ക് പെട്ടെന്ന് ദേഷ്യം കയറാം. ഇതൊക്കെ ഉണ്ട്. ഇതൊക്കെ നമ്മളുടെ ക്യാരക്ടർ തന്നെ മാറും. ഒരു 50 ആകുമ്പോഴത്തേക്കും നമുക്ക് നമ്മുടെ ക്യാരക്ടർ തന്നെ മാറും. അപ്പോൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ചൂടാവാതിരിക്കാൻ വേണ്ടിയിട്ട്, ബ്ലഡ് ചൂടാവുമ്പോഴാണ് നമ്മൾ ശരീരമൊക്കെ ചൂടാകുമ്പോഴാണ് നമുക്ക് പെട്ടെന്ന് ദേഷ്യം വരാ, പണി ചെയ്താലും തീരാത്ത പോലെ വരാം. അങ്ങനെ ഒരുപാട് പേർക്ക് പ്രശ്നമുണ്ട്. അപ്പോൾ വെറുതെ ഇങ്ങനെ ഇറിറ്റേറ്റ് ആവുക കേട്ടോ. അപ്പോൾ അങ്ങനെയുള്ളവർ പ്രത്യേകം ശ്രദ്ധിക്കുക. ഒരു കുപ്പിയിൽ വെള്ളം എടുത്ത് വെക്കുക. വെള്ളം തീരുന്നതനുസരിച്ച് കുടിച്ചുകൊണ്ടിരിക്കുക. നമ്മളത് കുടിക്കുമ്പോൾ തീരുന്നതനുസരിച്ച് നിറച്ചുകൊണ്ടിരിക്കുക കേട്ടോ. അപ്പോൾ അതുപോലെയൊക്കെ ശ്രദ്ധിക്കാം. വെള്ളം ധാരാളം നമ്മൾ കുടിക്കുക കേട്ടോ. ഈ നമ്മളുടെ ഭക്ഷണ പദാർത്ഥത്തിലും അതുപോലെ തന്നെ ഈ മാറ്റങ്ങളും ബാഹ്യമായിട്ടുള്ള മുടിയെ കുറിച്ചിട്ടുള്ള കാര്യങ്ങളൊക്കെ ഞാൻ പറഞ്ഞിട്ടുണ്ടല്ലോ. അതൊക്കെ ശ്രദ്ധിക്കുമ്പോഴത്തേക്കും നമുക്ക് മുടി കൊഴിച്ചിൽ നിൽക്കാം കേട്ടോ, നിർത്താവുന്നതാണ്. അങ്ങനെ ഒരുപാട് പേർക്ക് നല്ല റിസൾട്ട് വന്നിട്ടുണ്ട്. ഇതുപോലെ നിങ്ങൾ ശ്രദ്ധിക്കുക. പിന്നെ ഷാമ്പു സോപ്പ് ഒന്നും തുടരുത് കേട്ടോ. അതിന് പകരമായിട്ട് ഉപയോഗിക്കേണ്ട എന്താണോ അത് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ കാര്യങ്ങളൊക്കെ ഭംഗിയായിട്ട് നോക്കാം, മുന്നോട്ട് പോവുക. എല്ലാവർക്കും നല്ലത് വരട്ടെ. എല്ലാവർക്കും നല്ലതിന് വേണ്ടി പ്രാർത്ഥിക്കാം കേട്ടോ. അടുത്ത ദിവസം നല്ലൊരു വീഡിയോ ആയിട്ട് കാണാം.